സംഗീത സംവിധായകന്റെ തിരോധാനത്തിലെ അന്വേഷണം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലേക്ക് നീളുന്നു. സംവിധായകനെ ദിവസങ്ങളായി കണ്ടുപിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചോ എന്ന് സംശയിച്ച് കുടുംബം. ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ അവസാനമായി കാണിച്ചത് ദുരന്തം നടന്ന സ്ഥലത്തിന് 700 മീറ്റർ അകലെയാണ്. നരോദയിലെ താമസക്കാരനായ മഹേഷ് കാലാവാടിയെയാണ് കാണാതായത്. മ്യൂസിക് ആൽബങ്ങളുടെ സംവിധായകനായ അദ്ദേഹം സംഭവം നടന്ന ദിവസം ഉച്ചയ്ക്ക് ലോ ഗാർഡൻ പ്രദേശത്ത് ഒരാളെ സന്ദർശിക്കാൻ പോയിരുന്നതായി ഭാര്യ ഹേതൽ പറഞ്ഞു. അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന വിമാനം മെഹാനി നഗറിലെ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ തകർന്നു വീണതിനെ തുടർന്ന് വിമാനത്തിലെ 241 യാത്രക്കാർക്ക് പുറമെ വിമാനം പതിച്ചയിടത്തെ 29 പേരും കൊല്ലപ്പെട്ടിരുന്നു. മഹേഷ് 1:14 ഫോണിൽ വിളിച്ച് മീറ്റിംഗ് കഴിഞ്ഞുവെന്നും വീട്ടിലേക്ക് വരികയാണെന്നും പറഞ്ഞു. കുറെ നേരം കഴിഞ്ഞ് വീട്ടിലെത്താത്തതിനെ തുടർന്ന് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു. പോലീസിനെ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അവസാന ലൊക്കേഷൻ അപകടം നടന്ന സ്ഥലത്ത് നിന്നും 700 മീറ്റർ അകലെയാണ് എന്ന് പറഞ്ഞു. 1:40 ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണോ സ്കൂട്ടറോ കണ്ടെത്താനായിട്ടില്ലെന്നും ഹേദർ പറഞ്ഞു. അധികൃതരുടെ ആവശ്യപ്പെട്ടത് പ്രകാരം ബന്ധുക്കൾ DNA സാമ്പിളുകൾ നൽകിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട നിരവധി പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്ന 4 ദിവസം പിന്നിട്ടിട്ടും 47 മൃതദേഹങ്ങൾ മാത്രമാണ് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഇതിൽ 24 മൃതദേഹങ്ങൾ മാത്രമാണ് ഇതുവരെ ബന്ധുക്കൾക്ക് കൈമാറിയത്. 200-ലധികം DNA പരിശോധനകൾ പുരോഗമിക്കുകയാണ്. AAIBയുടെ വിദഗ്ധ സംഘം ഇന്നലെ ദുരന്ത സ്ഥലം പരിശോധന നടത്തി. 270 മൃതദേഹങ്ങളിൽ 31 മൃതദേഹങ്ങളാണ് തിരിച്ചറിയാനായത്. കുടുംബാംഗങ്ങൾ നൽകിയ DNA പരിശോധനയിലൂടെയാണ് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞത്. ഹോസ്റ്റൽ വിദ്യാർത്ഥികളുടെ അടക്കം 19 മൃതദേഹങ്ങൾ കുടുംബത്തിന് വിട്ടു നൽകി. 200-ലധികം DNA സാമ്പിളുകളുടെ ഫലം കാത്തിരിക്കുകയാണ്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി, മലയാളി നേഴ്സ് രഞ്ജിത എന്നിവരുടെ DNA ഫലവും ലഭ്യമായിട്ടില്ല. DNA പരിശോധന വേഗത്തിലാക്കി മൃതദേഹം വിട്ടു നൽകാനുള്ള നിർദ്ദേശം നൽകിയതായി ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി. വിമാന ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താനുള്ള വിദഗ്ധ സമിതികളുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും സ്ഥലത്ത് സന്ദർശനം നടത്തി. വിമാന ദുരന്തം അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക സമിതിയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.